ന്യൂസ് റൂം ലൈവിൽ പ്രധാന വാർത്തകൾ. പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മൾ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന തോമസ് ഐസക്. ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ ജനങ്ങൾക്ക് ദേഷ്യം. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഒളിയമ്പ്. ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തമെന്ന ഇഡിക്ക് മറുപടി. സംസ്ഥാന ബഡ്ജറ്റ് ഫെബ്രുവരി 5-ന്. നിയമസഭാ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. തുടക്കം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ. അയോധ്യ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു. ദർശനത്തിനായി വൻ ഭക്തജന തിരക്ക്. പ്രതിദിനം 1 ലക്ഷം പേർക്ക് ദർശന സൗകര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കേരളവും. അന്തിമ വോട്ടർ പട്ടികയിൽ 2,70,00,000 പേർ. 5 ലക്ഷം പുതിയ വോട്ടർമാർ. 25,000 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം. അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. സംഘർഷം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന മന്ത്രി ആർ ബിന്ദു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കെ വിദ്യ മാത്രം പ്രതി. എസ്എഫ്ഐ മുൻ നേതാവിന് സഹായം ലഭിച്ചില്ല എന്ന് പോലീസ്. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മൂന്നാറിനെ വിറപ്പിച്ച വീണ്ടും പടയപ്പ. ഗതാഗതം തടസ്സപ്പെട്ടു. കടകൾ തകർത്തു. കുന്നംകുളത്ത് ആനയിടഞ്ഞു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. മത്സരം വൈകിട്ട് ഖത്തറിൽ. ടീമിന്റെ ലക്ഷ്യം വൻ മാർജിനിലെ ജയം. വിശദമായ വാർത്തകളിലേക്കാണ്. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് അംഗീകരിച്ച് മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. ക്ഷേമ പെൻഷൻ വൈകുന്നതിലടക്കം ജനങ്ങൾക്ക് ദേഷ്യവും ശുണ്ഠിയും ഒക്കെ തോന്നും. സാഹചര്യം ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. പെൻഷൻ തുക 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി LDF സർക്കാർ ഉയർത്തിയത് ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് കേന്ദ്ര ഉപരോധം പിൻവലിച്ചാൽ പെൻഷൻ തുക 2000 രൂപയാക്കുന്നതടക്കം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ LDF ഉണ്ടാകുമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. 2000 ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തവരുടെ വിശ്വാസം ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ വിശ്വാസം അതേപടി കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. അപ്പോൾ ഇത്ര മനസ്സില്ലാത്തതല്ല, മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മൾ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. അത് ശരിയാ. അതിക്ക് മുമ്പ് 4 മാസം കൂടുമ്പോഴാണ് പെൻഷൻ. ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ. ആ പെൻഷൻ കമ്പനി പൊളിച്ചത് UDFും BJPയും കൂടിയാണ്. അതപ്പോൾ എല്ലാ മാസം തരാൻ പറ്റാത്തത്. ഇനി 1600 2000 ആക്കണം. ഈ കേന്ദ്ര ഉപരോധം കൂടെ പിൻവലിക്കട്ടെ. അത് ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. BJP ചെയ്യില്ല. ഇന്ത്യ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി LDF ഉണ്ടാവണം അവിടെ. ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട്. അവർക്കത് മനസ്സിലാവും കേട്ടോ, ഒരു സംശയമില്ല. ഞാൻ പല സ്ഥലത്തും യോഗത്തിന്, ചെറിയ യോഗത്തിന്, വലിയ മൈതാനത്തിലല്ല ഞാൻ ചോദിച്ചിട്ടാണ് തന്നത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം മനസ്സുണ്ടെന്നുള്ളത് തർക്കമില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പറയാം അത് ശരിയാ. പിന്നെ ഇപ്പം പറ്റാത്തതുകൊണ്ടല്ലേ, നിങ്ങളെ വിഷമിപ്പിച്ച് എതിരാക്കാൻ ചിന്തിച്ചിട്ടാണ് ഈ രാഷ്ട്രീയം കളിക്കണം. അത് വീടരുത്, നമുക്ക് ഒരുമിച്ച് നേടാം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. നിങ്ങൾ വർത്തമാനം പറയാം. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം ഉൾക്കൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് തോമസ് ഐസക്. അവിടങ്ങളിലെ ദുഷിപ്പുണ്ടാകാതിരിക്കാൻ തെറ്റുതിരുത്തൽ നടപടി കൈക്കൊണ്ടു. അറിഞ്ഞു തിരുത്തുക എന്നതാണ് പ്രധാനമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു ചെങ്കൊടി ഉയർത്തിക്കെട്ടാൻ പോലും CPM-കാരെ ഭയക്കുന്ന ത്രിപുര, ബംഗാൾ, അവിടെയൊക്കെ CPM-ന് ഈ അവസ്ഥ എത്തിച്ചത്
ദുഷിപ്പിച്ചത് തുടർഭരണം ആയിരുന്നു എന്നതൊരു സത്യമാണ്. ആ ഒരു തുടർഭരണത്തിലേക്ക് CPM ഇവിടെ കടന്നിരിക്കുന്നു. ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള CPMനെ ദുഷിപ്പിക്കാതിരിക്കാൻ തുടർഭരണം വേണ്ടെന്നല്ല, ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ജാഗ്രത പുലർത്തണം. അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുഷിപ്പ് ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് എത്ര നടപടിയെടുത്തു? 0 ടോളറൻസ് ടു അഴിമതി, ബോധ്യപ്പെട്ട നടപടിയെടുക്കുക. സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ അത് കർശനമായ നിലപാട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ശക്തമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇന്ന് മാഷ് പാർട്ടി സെക്രട്ടറി വയനാട് പോയി നിന്ന് പ്രസംഗിച്ചത് ഇന്നത്തെ മനോരമയിൽ വലിയ പ്രാധാന്യത്തോടല്ലേ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളും അഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ ദുഷിച്ചു പോവുകയെ അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് ഇല്ല എന്ന് പറയലല്ല. അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ വരാം എന്ന് മനസ്സിലാക്കി ജാഗ്രത പുലർത്താൻ, തെറ്റുകൾ തിരുത്താം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാതെ തോമസ് ഐസക്. സീറ്റുകൾ ജയിക്കുക എന്നതാണ് മാനദണ്ഡം. ജയിക്കാൻ അനുയോജ്യരായവരെ മത്സര രംഗത്തിറക്കും. ജയത്തിൽ കുറഞ്ഞൊരു ഏർപ്പാടില്ല എന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് വ്യക്തമാക്കി. പലർക്കും പലതും പറഞ്ഞു കേൾക്കുന്നു. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാനിറങ്ങും. കാരണം CPMന് കേരളമാണ് ഏറ്റവും പ്രതീക്ഷയുള്ളത്. മറ്റിടത്തൊക്കെ തമിഴ്നാട് ഒരു സീറ്റോ 2 സീറ്റോ അവരുടെ കരുണയിൽ കിട്ടിയാലായി DMKയുടെ. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ പലയിടത്തുമില്ല. അങ്ങനെയെങ്കിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ഇറങ്ങുമെന്നൊക്കെ വലിയ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജയിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ്, സാധ്യതയേറുന്ന ആൾ, അയാളെ മത്സരിപ്പിക്കാം. ജയിക്കണം. ജയത്തിൽ കുറഞ്ഞുള്ള വേറെ ഏർപ്പാടില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ തകർച്ച, ആ തകർച്ചയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് കിട്ടുന്നതിലേക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ത്രിപുരയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ പോയ അടി കിട്ടും, ആണ് അവിടുത്തെ അവസ്ഥ. ഞാനൊക്കെ ത്രിപുരയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. അപ്പം ഞാനിത് ഭയങ്കര കൗതുകത്തിലാണ്. എങ്ങും ചുവന്ന കൊടിയൊന്നുമില്ല. ഗ്രാമത്തിൽ പോയതൊക്കെ അത് ഞാനപ്പോൾ ഒരു ഗ്രാമത്തിൽ ഞാൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയത്തുകാർ, കുറച്ച് കന്യാസ്റ്റുകാർ, അവർ സാറ് ഞങ്ങളുടെ കോൺവെൻറ്റ് വരുന്നത്, ഞാൻ വരാം, എന്താ കുഴപ്പം, ഇത് സ്വപ്പം ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം. വല്ല അകർത്തവലെല്ലാം അടുത്തായിരിക്കും. ഏതായാലും കാറിൽ പോണ വഴിക്ക് 2 സൈഡിൽ നിന്ന് ഒരു കൊടിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടാ, ഇവിടെ നമ്മുടെ പാർട്ടി ഇല്ലേ? അല്ല സാറേ, പാർട്ടിയൊക്കെ ഉണ്ട്, കൊടി വെച്ചാൽ വീട് പൊളിച്ചു കളയും. അത് ഇലക്ഷന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടും. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ടും എന്ത് അതിക്രമം ഇട്ടത്, അതുകൊണ്ട് പേടിച്ചാണ്. അപ്പം അതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം കേരളത്തിലാണ് സാധ്യത. അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ പാർട്ടിയും ഇന്ത്യയിലെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യാൻ വേറെ പല മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ല. ഇത്തവണ ഒരു മാനദണ്ഡമാണ് സീറ്റ് ജയിക്കാൻ പറ്റിയ ആളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്ത് നടത്താം. ആ ചർച്ച ഞങ്ങൾ നടക്കാൻ പോണുള്ളൂ. പക്ഷേ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ട്, സീറ്റ് കിട്ടണം എന്നുള്ളത്. അങ്ങേപ്പോലുള്ള നേതാക്കൾ CPMന്റെ മുഖമായി ദേശീയത്തിൽ മാറാൻ കഴിവുള്ള നേതാക്കളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ വരണ്ടേ? അങ്ങനെ പാർലമെന്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എനിക്കുള്ള കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ? പിന്നെ ഏത് സീറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്ത് തീരുമാനം ഉചിതമായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ജയിക്കണം, അതിന് പറ്റിയ സ്ഥാനാർത്ഥി ആരോ നിർത്തും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിയില്ല എന്നും ഇനിയൊട്ട് പേടിക്കാനില്ല എന്നും തോമസ് ഐസക്. ഇഡി വിളിക്കുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കാൻ കിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന രാഷ്ട്രീയ നാടകമാണ് ഇഡി നടത്തുന്നത് എന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. P രാജീവ്, തോമസ് ഐസക്, AC മൊയ്തീൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി, അങ്ങനെ വലിയൊരു CPMന്റെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളിലേക്കും അവരോട് ബന്ധപ്പെട്ട ആളുകളിലേക്കാണ് ഈ കേന്ദ്ര അന്വേഷണം നോക്കാമെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ വേട്ടയാടുകയാണ്. അപ്പം ഞങ്ങൾ മാത്രം എന്താ, രാഹുൽ ഗാന്ധി ഇല്ലേ, സോണിയാഗാന്ധി ഇല്ലേ, ഇവരൊക്കെ ഉണ്ടല്ലോ, കെജ്രിവാൾ, ഇവരൊക്കെ അന്വേഷണം നേരിടില്ലേ.
അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെതിരെ വേട്ടയാടലാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും BJP ചേർന്നു അതോടെ കേസും തീരും. ഇത് രാഷ്ട്രീയ നാടകമാണ്. അങ്ങനെ CPM ആരെയും കിട്ടാത്തതുകൊണ്ടാണോ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നത്? എന്താ അവരുടെ മനസ്സിലിരിപ്പൊന്നും ആർക്കറിയാം. പക്ഷേ ഒരു കാര്യമായാലും തെളിയിച്ചിട്ടുണ്ട്, ഇവന്മാരെ പേടിയില്ലെന്നുള്ള കാര്യം. ഇനി പെട്ട് പേടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ വിളിക്കുമ്പോഴൊക്കെ ഒരു ന്യായം ഇല്ലെങ്കിലും ചെന്ന് ഒച്ചാനിച്ച് നിൽക്കാനൊന്നും കിട്ടൂല. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ അനുവദിച്ച അഭിമുഖത്തിലാണ് തോമസ് ഐസക് പല വിഷയങ്ങളിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനം രണ്ടാം പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രത പുലർത്തണം, തിരുത്തേണ്ടത് അറിഞ്ഞു തിരുത്തി പോകണമെന്ന് തോമസ് ഐസക്കിനെ പോലെ വളരെ പ്രധാനപ്പെട്ട CPMന്റെ നേതാവ് പറയുമ്പോൾ, മുൻ ധനമന്ത്രി പറയുമ്പോൾ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? കേവലം വിമർശനം മാത്രമായി കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറമുള്ള മാനങ്ങളിലേക്ക് പോകണോ? ഒരു സ്വയം വിമർശനമായി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവായി തന്നെ ഇതിനെ കാണണം. കാരണം പൊതുവിൽ ഇപ്പോൾ ഉയരുന്ന ഒരു വിമർശനവും വിലയിരുത്തലും ആദ്യ പിണറായി സർക്കാരിന്റെ അത്ര ഇപ്പോൾ സർക്കാരിന് എത്താനാകുന്നില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവിലുണ്ട്. അത് CPM നേതൃത്വവും അംഗീകരിക്കുന്നു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി അത് നേരത്തെ AK ബാലനും അത്തരം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അത്തരമൊരു പരാമർശം നടത്തി. ഇപ്പോൾ തോമസ് ഐസക്കും അത് ആ രീതിയിൽ മറ്റൊരു രീതിയിൽ സമ്മതിക്കുന്നു. സർക്കാരിനെതിരെ ജനങ്ങൾക്ക് വികാരമുണ്ട്, സർക്കാർ നൽകാമെന്ന വാഗ്ദാനങ്ങൾ അതേപടി പാലിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടാകും, അതൃപ്തി ഉണ്ടാകും, ശുണ്ഠി ഉണ്ടാകും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് തിരുത്തും. ജനങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അത്ര തുക നൽകാൻ കഴിയാത്തതെന്ന് ജനങ്ങളോട് വിശദീകരിക്കും. അവിടെ കേന്ദ്രത്തെയാണ് CPM കുറ്റപ്പെടുത്താൻ പോകുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നവകേരള സദസ്സിന്റെ യാത്രയിൽ ഉടനീളം നേതാക്കൾ പ്രസംഗിച്ച അക്കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് പെൻഷൻ 3000 രൂപ ആക്കണമെന്ന് അവർ ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. പ്രഖ്യാപിച്ച പെൻഷൻ പോലും സമയത്ത് കൊടുക്കാനാകാത്ത കേന്ദ്ര ഇടപെടലാണ്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തും. മാത്രവുമല്ല, സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് പൊതുവിൽ കഴിഞ്ഞ സർക്കാർ അത്ര ആ രീതിയിൽ ഈ സർക്കാർ എത്താൻ കഴിയുന്ന വിമർശനമുണ്ട്. അത്തരം കാര്യങ്ങളും ഒക്കെ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കും, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന ഒരു സമീപനമാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞത്. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില തുറന്നു പറച്ചിലുകളുടെ തുടർച്ചയായി ഇതിനെ കാണാൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസം അരുൺ സൂചിപ്പിച്ച പോലെ AK ബാലൻ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അത്ര മെച്ചപ്പെട്ടതല്ല രണ്ടാം പിണറായി സർക്കാർ എന്ന് AK ബാലൻ പറയുന്നു. പിന്നീട് പൊതുവേദിയിൽ വെച്ച് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. ചില മോശപ്പെട്ട പ്രവണതകളുണ്ട് എന്ന് MV ഗോവിന്ദനും പറയുന്നു. ഇപ്പോൾ ഇതാ തോമസ് ഐസക്കും അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ ഇതൊരു തുടർച്ചയായി നമ്മൾ അതിനെ കാണണോ? എങ്ങനെയാണ് അതിനെ വിലയിരുത്തപ്പെടുക? തീർച്ചയായും ഒരു തെറ്റിദ്ധരുത്തൽ നയരേഖ CPM ചർച്ച ചെയ്ത് അംഗീകരിച്ചാണ്. പക്ഷേ അത് ആ രീതിയിൽ നടപ്പാക്കാൻ ഇതുവരെയും കഴിയില്ല. കാലാകാലങ്ങളിൽ CPM അതിൽ തെറ്റിദ്ധരുത്തൽ നയരേഖ അവതരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അത് പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിക്ക് ശേഷം ആ രീതിയിൽ വലിയൊരു ശ്രമം അദ്ദേഹം നടത്തി. പക്ഷേ അതും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല എന്നതിന്റെ സൂചനയായി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വയനാട് നടത്തിയ പ്രസംഗത്തെ കാണേണ്ടതുണ്ട്. മറ്റു നേതാക്കളും അത് അംഗീകരിക്കുന്നു. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രതികരണം, ബംഗാളിലും അദ്ദേഹം നേരിട്ടുള്ള അനുഭവമാണ്. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ത്രിപുരയിൽ പോകുമ്പോൾ അവിടെ ഒന്നും പാർട്ടി കൊടി കാണില്ല. പാർട്ടി കൊടി കെട്ടിയാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് അനുഭവിക്കേണ്ടി വരും ആ പ്രവർത്തകൻ. അതുകൊണ്ട് തന്നെ അതിനുപോലും ധൈര്യപ്പെടാത്ത, അതായത് CPM ദീർഘനാൾ ഭരിച്ച സംസ്ഥാനങ്ങളിലെ അവസ്ഥയാണ്. അത്തരം അപജയം എവിടെയും ഉണ്ടാകാം. കേരളത്തിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ അത്തരം പാർട്ടിക്ക് അത്തരം ദുഷിപ്പുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അത് പലപ്പോഴും അത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തിപ്പോകണമെന്ന നിർദ്ദേശമാണ് തെറ്റിദ്ധരുത്തൽ രേഖയിൽ CPM മുന്നോട്ട് വച്ചത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം, ജാഗ്രത പുലർത്തുമെന്ന സമീപനം തോമസ് ഐസക് സ്വീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പത്തേക്ക് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരുപക്ഷേ രാജ്യത്ത് തന്നെ CPM ഏറ്റവും പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധരുത്തലിലൂടെ കൂടി വേണം അത്തരം വിജയത്തിലേക്ക് എത്താനാകൂ എന്ന് CPM തിരിച്ചറിയുന്നു. സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം ഉണ്ട് എന്നത് CPM നേതൃത്വം സമ്മതിക്കുകയാണ്. ആ വികാരം മാറ്റിയെടുക്കാൻ അത് കേന്ദ്രമാണ് കാരണമെന്ന് പറയുമ്പോഴും മറ്റു ഘടകങ്ങൾ കൂടിയുണ്ട്. പക്ഷേ നേതൃത്വം ഇപ്പോൾ പൂർണ്ണമായും കേന്ദ്ര സമീപനമാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് രണ്ടാം പിണറായി സർക്കാർ ഉയരാനും അവർക്ക് വാഗ്ദാനങ്ങൾ അതേപടി പാലിക്കാനും കഴിയാത്തതിനുള്ള കാരണമായി പറയുന്നത്. അത്തരം കാര്യങ്ങൾ തിരുത്തിയും ജനങ്ങളോട് കൃത്യമായി വിശദീകരിച്ചു പോകുമെന്ന് തന്നെയാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. അരുണിലേക്ക് വരാം. മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ തോമസ് ഐസക്
ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ജനവികാരമുണ്ട്. പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലർ അതിനെതിരായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. പക്ഷെ അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയുടെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നൽകാൻ കഴിയാത്തതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയണമെന്ന് കൂടി ഐസക് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ത്രിപുരയോടും ബംഗാളിനോടും ഉപമിക്കുന്നുണ്ട്. അതായത് അവിടെ എന്താണോ സംഭവിച്ചത് അതിൽ കൃത്യമായി ജാഗ്രത പുലർത്തി ഇവിടെ മുന്നോട്ട് പോകണമെന്ന ഒരു സന്ദേശം കൂടി ഐസക് അവിടെ പറഞ്ഞു വെക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഐസക്കിന്റെ വാക്കുകളെ? അതായത് താങ്കൾ അവസാനം പറഞ്ഞതിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങാം. വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 30 വർഷം ഭരിച്ച് നശിപ്പിച്ച് ആ സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച്, അതുകൊണ്ടാണല്ലോ ബംഗാളികളാണ് കേരളത്തിലേക്ക് പണിക്ക് വരുന്നത്, സാധാരണ നമ്മുടെ ജോലികൾക്ക് വരുന്നത്. അപ്പൊ ആ തരത്തില് വെസ്റ്റ് ബംഗാളിനെ എങ്ങനെ ആക്കിയിരുന്നോ അതുപോലെ കേരളത്തെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. വെസ്റ്റ് ബംഗാള് 13 വർഷം കൊണ്ട് മമതാ ബാനർജി ശ്രമിച്ചിട്ടും ഇപ്പോഴും ഭയങ്കര കടപ്രതിസന്ധിയിലാണ്. അതായത് റിസർവ് ബാങ്കിന്റെ ഈ അടുത്ത നാളിൽ പുറത്തു വന്ന കണക്കനുസരിച്ച്, ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് 3 സംസ്ഥാനങ്ങളാണ് GSDPയുടെ 35% കടം വാങ്ങിയിട്ടുള്ളവര്. അത് ഒന്ന് വെസ്റ്റ് ബംഗാള്, ഒന്ന് പഞ്ചാബ്, ഒന്ന് കേരളം. കേരളത്തിന്റെ കേസില് ഡോക്ടർ ഐസക് എന്ത് പറഞ്ഞാലും ഈ 35% എന്ന് പറയുന്നത് ബജറ്റ്, അതായത് നിയമപരമായിട്ട് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിക്കുന്നതാണ്. ആ 29% അംഗീകരിക്കപ്പെട്ട കടം. അതിനേക്കാൾ ഉപരി 36.5% ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കാണിച്ചിരിക്കുന്ന കടം. അപ്പൊ അത് തന്നെയുമല്ല, അതായത് അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത്. ഇനി നമ്മളൊരു കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്, ഭയങ്കര ധനപ്രതിസന്ധിയാണെന്ന് ഡോക്ടർ ഐസക് സമ്മതിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് വഴിയും എടുത്ത കടം. അത് ഈ 36.05% ഉൾപ്പെടുന്നില്ല. അതുകൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കടം ബാധിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് വരും. എന്നിട്ട് ഇങ്ങനെ കടം ബാധിച്ച സംസ്ഥാനമായിട്ടും ഡോക്ടർ ഐസക് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ ഐസക് അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും പെൻഷൻ മുടങ്ങുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അവരതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഈ പെൻഷൻ 1600 രൂപയാക്കിയത് LDF സർക്കാരാണ്. ഇപ്പോൾ കൃത്യമായി പെൻഷൻ നൽകാൻ കഴിയാത്തത് കേന്ദ്രത്തിന്റെ ഞെരുക്കൽ ഒരു ഭാഗത്തുണ്ട്, കേരളത്തിന് മേലുള്ള ഉപരോധമുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി പെൻഷൻ നൽകാൻ കഴിയാത്തത്. അത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണമെന്ന് കൂടി ഐസക് പറയുന്നുണ്ട്. നമുക്കറിയാം പിണറായി സർക്കാർ രണ്ടാമത്തെ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പെൻഷൻ 2500 രൂപയാക്കുമെന്നൊക്കെയാണ്. പക്ഷേ അത് അതിനുശേഷം 3 ബജറ്റുകൾ KN ബാലഗോപാൽ അവതരിപ്പിച്ചു. അതിലൊന്നും പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ 5 മാസം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. പക്ഷെ അതിന് കാരണമായി തന്നെ ഐസക് പറയുന്നത് കേന്ദ്രത്തിന്റെ ഞെരുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. അതായത് സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞാണ് 2% സെസ് കഴിഞ്ഞ ബജറ്റിലാണ് ശ്രീ ബാലഗോപാൽ ഏർപ്പെടുത്തിയത്. അത് കിട്ടുകയാണെങ്കിൽ 1600 കൊടുക്കാൻ പറ്റിയില്ല, 600 എങ്കിലും കൊടുക്കാൻ പറ്റണ്ടേ സംസ്ഥാനത്തിന്? ആ ഫണ്ടൊക്കെ എടുത്ത് വകമാറ്റി ചെലവഴിച്ചു. അപ്പൊ ഈ കേന്ദ്രം തരുന്നില്ല എന്ന് ഡോക്ടർ ഐസക് പറയുന്നത് കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കൂടി അദ്ദേഹം തയ്യാറാകണം. എന്തുകൊണ്ടാണ് കേന്ദ്രം തരാത്തത്? കേന്ദ്രം തരുന്ന ഫണ്ടുകളൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ഗ്രാന്റ് 814 കോടി രൂപയാണ് ഗ്രാന്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് ഒരു വർഷം 3 ഗഡുക്കളായിട്ട്. 252 കോടിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഗഡു കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറാതെ അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ വകമാറ്റി ചെലവഴിച്ചു. അപ്പൊ കേന്ദ്രം എപ്പോഴാണ് ഫണ്ട് തരുന്നത്? കേന്ദ്രം ഫണ്ട് തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഫണ്ട് ഏത് കാര്യത്തിന് വേണ്ടി തന്നോ ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച സർട്ടിഫിക്കറ്റ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG കൂടി അക്രഡിറ്റ് ചെയ്ത് കേന്ദ്രത്തിൽ എത്തണം. അങ്ങനെ കേന്ദ്രത്തിൽ എത്തിയാലേ അടുത്ത ഗഡു ഗ്രാന്റ് തരൂ. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 30% താഴെ നിൽക്കുകയാണ്. എന്നിട്ട് പോലും ആദ്യ ഗഡു കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റായി കിട്ടിയ ആദ്യ ഗഡു ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഗഡു കിട്ടിയില്ല.
ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ നമുക്ക് നെല്ലിന്റെ കാര്യം അറിയാം. നെല്ലിന്റെ സംഭരണത്തിനുള്ള തുക യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ കേന്ദ്രം കൃത്യമായിട്ട് നെല്ല് സംഭരിച്ച തുകയും മറ്റ് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്ന മറ്റ് കാര്യങ്ങളും എല്ലാം ചേർത്തുള്ള തുക കൊടുക്കുന്നത്. പക്ഷെ അത് കിട്ടുന്നത് വരെയും കേന്ദ്രം കൊടുക്കില്ല. കാരണം കേന്ദ്രം ഒരു സംസ്ഥാനത്തിന് കൊടുത്താൽ പോരാ, 28 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. 28 സംസ്ഥാനങ്ങളും വകമാറ്റി ചെലവഴിച്ചാൽ കേന്ദ്രം എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു അതായത് ചെയ്യുന്ന കാര്യങ്ങളോട്, അതായത് ഒരു ബജറ്റിൽ പ്രോമിസ് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറാകണം. ഈ കഴിഞ്ഞ പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പറയുമ്പോഴും ഒരു വശത്ത് കേന്ദ്രം ഏത് രീതിയിലാണ് സംസ്ഥാനത്തിനോട് പെരുമാറുന്നത് എന്ന് കൂടി നമ്മൾ കാണണം എന്നതും ശ്രദ്ധേയമാണ്. ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, നമ്മൾ രാവിലെ ഈ വിഷയം പങ്കുവച്ചതാണ് പ്രേക്ഷകരുമായി. നേരത്തെ ഇത്തരത്തിൽ 4 തവണ നോട്ടീസ് നൽകിയപ്പോഴും തോമസ് ഐസക് പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ, കേന്ദ്ര സർക്കാർ അത് അവിടെ ഉപയോഗിക്കുന്നുവെന്നാണ് തോമസ് ഐസക് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത്. ഇന്നിതാ നമ്മുടെ പ്രതിനിധി വി നൽകിയ അഭിമുഖത്തിലും പറയുന്നു ഇഡി ഇത്തരത്തിൽ സമൻസ് അയക്കുന്ന നോട്ടീസ് അയക്കുന്നതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് ഇവിടെ ഇഡിക്ക് നൽകിയ വിശദീകരണത്തിൽ തോമസ് ഐസക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ധനമന്ത്രിയായിരുന്ന തനിക്ക് മാത്രമല്ല, ഇതിന് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡിന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടി മുഖ്യമന്ത്രിയുടെ തലയിൽ കൂടി വെക്കുമ്പോൾ സാങ്കേതികമായി മാത്രം കണ്ടാൽ മതിയോ? അതിനപ്പുറം നമുക്കതിൽ കാണേണ്ടേ? രഞ്ജിനി, ഇക്കാര്യത്തിൽ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ പ്രസക്തം തന്നെയാണ്. കാരണം ഒന്നുകിൽ അത് ഇഡിക്ക് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ ഒരു മറുപടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഈ മറുപടിയിൽ പല രാഷ്ട്രീയ മാനങ്ങളും കടന്നു വരുന്നു. പലരും തന്നെ ഇതിനകം തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കാരണം ഇതിന്റെ ഉത്തരവാദി താൻ മാത്രമല്ല എന്ന് തോമസ് ഐസക് പറയുമ്പോൾ അതിൽ മറ്റ് പലർ കൂടി അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ചിത്രം അങ്ങനെ കൂടിയാണ് മുഴുവനാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു അധ്യക്ഷത ഇതിന് ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് 15ഓളം അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു ബോർഡ് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ കിഫ്ബിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇതേ നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇഡി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്കൊന്നും വന്നില്ല. പക്ഷേ തോമസ് ഐസക്കിന്റെ മറുപടിയിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇഡി ഉദ്യോഗസ്ഥരെ അടക്കം ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ താൻ മാത്രമല്ല ഇതിനകത്ത് ഉള്ളത്, ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് താൻ സാങ്കേതികമായി ഇത് ധനമന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൽ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവരുണ്ട്, എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയും ഇതിൽ തന്നെ മാത്രം ഇതിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ടതില്ല, തെരഞ്ഞു പിടിക്കേണ്ടതില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇതിലെ ഒരു അർത്ഥമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഇത് മറുപടിക്ക് ഇഡി മറ്റു വിശദീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റു മറുപടിയോ കാര്യങ്ങളോ നടപടികളിലേക്കോ ഒന്നും ഇഡി ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ ഇഡിയുടെ വളരെ നിർണായകം തന്നെയായിരിക്കും. കാരണം ഇതിൽ തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ മറ്റ് നടപടികളോ നോട്ടീസ് നൽകുന്നതോ ഇനി കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയും ഇഡി മറ്റൊരു നീക്കം കൂടി നടത്തുന്നു. കാരണം ഈ മസാല ബോണ്ട് വിവാദത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് തങ്ങളുടെ വാദത്തിൽ ഇഡി ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കോടതിയിൽ ഒരു നീക്കം നടത്തിക്കൊണ്ട്, ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇഡി അടുത്ത നോട്ടീസോ അടുത്ത് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇഡി കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. തോമസ് ഐസക്കും ഇക്കാര്യത്തിൽ ഈ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സജീവ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇഡി അതിന് നൽകുന്ന പ്രതികരണം അതെന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഡാനി സൂചിപ്പിച്ച പോലെ ഇഡി എന്ത് മറുപടി ആയിരിക്കും ഇതിന് നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒപ്പം ഇതിന് നിയമപരമായ വശങ്ങളുടെ 2 കൂട്ടരും പോകുമായിരിക്കും. എങ്കിലും ഡാനി, ഇതിലിപ്പോൾ ഇവിടെ വന്ന ഇത്രയും നാൾ പറഞ്ഞതിൽ നിന്ന് മറ്റൊരു പ്രതികരണമല്ലേ നമ്മളിപ്പോൾ തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് ഇഡിക്ക് നൽകിയ മറുപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഐസക് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രതികരണമാണോ? അങ്ങനെ സ്വാഭാവികമായി ഇതിലിപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യത കൂടിയില്ലേ?
തീർച്ചയായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉയർന്നു വരും, സ്വാഭാവികമായും ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം തോമസ് ഐസക് പറയുന്നത് ഒരിക്കലും തന്നെയും അദ്ദേഹം മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണെന്ന് ന്യായമായും അദ്ദേഹം ഒരിക്കലും തന്നെ പറയില്ല. CPM ആ രീതിയിൽ തന്നെ ചിന്തിക്കുകയില്ല. പക്ഷേ അതിനപ്പുറം ഇതിൽ വേണമെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ വഴികളും തുറന്നിട്ടുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇതിൽ താൻ മാത്രമല്ല, ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് മറ്റ് മുഖ്യമന്ത്രിയുണ്ട്, മറ്റ് ബോർഡംഗങ്ങളുണ്ട് എന്നതെല്ലാം പറയുമ്പോൾ തന്നെയും ED മറന്നുപോയെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് പലരും ഇപ്പോൾ അതിനെ കാണുകയും ചെയ്യുന്നത്. ED അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ടുള്ള EDയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ ED അതെങ്ങനെ കാണുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണെന്ന് CPM-ഉം അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും ഇതിൽ പലകുറിയായി പറഞ്ഞു വെക്കുന്നു. പലപ്പോഴും അത് കോടതിയിൽ എത്തുമ്പോഴടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ ഉള്ള നോട്ടീസ് ചോദ്യം ചെയ്ത് കോടതിയിൽ എത്തിയപ്പോഴെല്ലാം തന്നെ തോമസ് ഐസക് പറഞ്ഞതും ഇത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നീങ്ങുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആദ്യ നോട്ടീസിൽ ചോദിച്ചിരിക്കുന്നു എന്ന് തോമസ് ഐസക്കിനെ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോടതി അത് ശരിവെക്കുകയും ആദ്യ നോട്ടീസായി EDക്ക് പിൻവലിക്കേണ്ടിയും വന്നിരിക്കുന്നു. വീണ്ടും ED ഇതേ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തോമസ് ഐസക് ഈ മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരാളുണ്ട്, അത് മുഖ്യമന്ത്രിയായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല ഈ തീരുമാനം എടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ EDക്ക് മുന്നിൽ ഒരു വാതിൽ തുറന്നിടുകയാണെന്ന പലരും വിമർശനത്തോടുകൂടി തന്നെ കാണുന്നു. അത് ED അത് ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നതാണ് അറിയേണ്ടത്. രഞ്ജിനി. യെസ്, ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡാനി, ഇതിലിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. അപ്പോൾ ഇത്തരത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തോമസ് ഐസക് ഇവിടെ ഇപ്പോൾ EDക്ക് നൽകിയ നോട്ടീസിൽ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷമടക്കമുള്ളവർ അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ഷൻ ഇപ്പോൾ അടുത്തു വരികയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളടക്കം അല്ലെങ്കിൽ EDക്ക് നൽകിയ വിശദീകരണത്തിലടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്നതും ശ്രദ്ധേയമായി മാറുകയല്ലേ? തീർച്ചയായും. കാരണം ഇത് CPM-നെ വളരെയധികം പ്രതിരോധത്തിലാഴ്ത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് മറുപടി സാങ്കേതികമാണെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു ഉള്ളടക്കം അത് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് 2 വട്ടം നോട്ടീസ്, ആകെ 4 വട്ടം നോട്ടീസാണ് തോമസ് ഐസക്കിന് വന്നത്. അതിൽ പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് വീണ്ടും പുതിയത് നോട്ടീസ് അയക്കാൻ ആവശ്യപ്പെടും. 4 വട്ടം ആ നോട്ടീസ് അയച്ച ഒരാൾ മുൻപെങ്ങും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം. അത് വീണ്ടും ചോദ്യത്തിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് തീരൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെയൊരു മറുപടി നൽകുന്നത്. ആ മറുപടി തീർച്ചയായും പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ ആയുധമാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് CPM-നെ കുറച്ചുകൂടി ഇത് പ്രതിരോധത്തിലാഴ്ത്താൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് ഈ മറുപടിയിൽ വളരെ കൃത്യമായി പറയുന്നത് തനിക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ എങ്കിൽ പിന്നെ ആർക്കൊക്കെ ഉത്തരവാദിത്വം, അവരെ കൂടി ഇക്കാര്യങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല, അവർക്ക് കൂടി ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമില്ലേ എന്ന ന്യായമായ ചോദ്യം ഒരു വശത്ത് വലിയ രീതിയിൽ തന്നെ മുഴങ്ങുന്നുണ്ട്. അതിനെ ED ഏത് രീതിയിൽ കാണുന്നു, ഒപ്പം തന്നെയും ഇത് പ്രതിപക്ഷം എത്ര കണ്ട് ആയുധമാക്കി കൊണ്ടുവരുന്നു എന്നതെല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത് കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണമായി പിടിമുറുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് എന്ന് വലിയ രീതിയിൽ CPM ആക്ഷേപിക്കപ്പെടുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഇത്തരമൊരു മറുപടി വരുന്നത്. അതിൽ ഈ രീതിയിൽ തന്നെ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. യെസ്, ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. പ്രത്യേകിച്ചും ഇത്രയും നാൾ കിഫ്ബി നോട്ടീസൊക്കെ ED നോട്ടീസൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയച്ചപ്പോഴൊക്കെ ഐസക് പറഞ്ഞു വെച്ചത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ EDക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് തനിക്ക് മാത്രമുള്ള ഉത്തരവാദിത്തമല്ല, ഇത് ധനമന്ത്രിയായിരുന്നപ്പോൾ താൻ ഔദ്യോഗികമായി നിർവഹിക്കേണ്ട കർമ്മങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തത്. ഇതിന് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡുണ്ട്, അവർക്ക് കൂടി ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടി തോമസ് ഐസക് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തോമസ് ഐസക് ഞങ്ങളുടെ പ്രതിനിധി VV അരുണുമായി സംസാരിച്ചിരുന്നു. പല വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 1ാം പിണറായി സർക്കാരിൻ്റെ അത്ര മെച്ചപ്പെട്ടതല്ല 2ാം പിണറായി സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൃത്യമായ ജനവികാരം ഈ 2ാം പിണറായി സർക്കാരിനെതിരെ ഉണ്ട് എന്നുകൂടി തോമസ് ഐസക് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി പോകുന്നത് സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5745, പവന് 45,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. प्रीति प्रीति प्रीति